എന്ന് നമ്മൾ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ എനിക്ക് വലിയ വലിയ പടങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടാവാറുണ്ട്, ഇത് എങ്ങനെ ആയിരിക്കും എന്ന്. കണ്ടിട്ട് രാവിലെ മുതൽ വിശപ്പില്ല, ദാഹമില്ല, എങ്ങനെ ഇതൊന്ന് കാണണം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇന്ന് ഞാൻ അങ്ങനെയാണ് ഇറങ്ങിയത്. ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഇറങ്ങിയ പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിമുരുകൻ, അതുപോലെ തന്നെ കബാലി, അതുപോലെ തന്നെ കസബ, ഇതൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷനോട് ഞാൻ കൂടിപ്പോയി കണ്ട ഒരു പടങ്ങളാണ്. അങ്ങനെയുള്ള പടങ്ങളൊക്കെ രാവിലെ എണീക്കുമ്പോൾ തന്നെ വിശപ്പില്ല, ദാഹമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ഞാൻ അങ്ങനെ തന്നെ പോയി കണ്ട ഒരു പടമാണ്. സജീവ് പഴൂരാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡയറക്ഷന്റെ കാര്യം ഞാൻ ആരാന്ന് പറയേണ്ട കാര്യമില്ല. പോത്താട്ടൻ ബ്രില്യൻസ് എന്നപ്പോൾ എനിക്കറിയാവുന്നതിനേക്കാൾ നാട് നിങ്ങൾക്ക് അറിയായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ ഒഴുകി നടന്ന ഒരു വർഷത്തേക്ക് ഒഴുകി നടന്ന ആ ബ്രില്യൻസിന്റെ പോസ്റ്റുകളൊന്നും ഫേസ്ബുക്കിലും ട്രോളുകളിലൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. അത്രയും തന്നെ ഫേമസ് ആയ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ നമുക്ക് പറയാം. ആ ലെവലിൽ തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഈ പ്രാവശ്യം അല്പം പോലും മോശമല്ലാതെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഈ ബ്രില്യൻസും പരിപാടികളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ പടം ഒരു 2-3 പ്രാവശ്യം കാണേണ്ടി വരും കാര്യങ്ങളെല്ലാം മനസ്സിലാവണമെങ്കിൽ. അതുപോലെ തന്നെ ചില ഡയലോഗുകൾ നമുക്ക് മിസ്സാവുന്നുണ്ട്. കാരണം ഇപ്പോൾ സുരാജ് വത്സൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇപ്പോഴത്തെ റൂമിലിരുന്ന് വേറൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ട് സംസാരങ്ങളൊക്കെ ഒരേ സമയത്ത് ഇങ്ങനെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ സിനിമ 2-3-4 പ്രാവശ്യം കാണേണ്ട ആവശ്യം വരുമായിരിക്കും. ആ ഒരു ലെവലിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ക്യാമറ ചെയ്തിരിക്കുന്നത് രാജീവ് രവിയാണ്. രാജീവ് രവിയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. റിയലിസ്റ്റിക്കിന്റെ ഉസ്താദ് എന്ന് പറയാം. ആ രീതിയിൽ ഒട്ടും മോശമില്ലാത്ത രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ മലയാളത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള പടങ്ങളിൽ ഒന്ന് തന്നെയായിട്ട് ഈ സിനിമ എടുത്തു പറയാം. കാരണം ഒരു പോലീസ് സ്റ്റേഷൻ അനുഭവം കാര്യങ്ങളൊക്കെ നമുക്ക് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലൂടെ നമുക്ക് ഒരുവിധം കാണിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ഈ സിനിമ കണ്ടാലായിരിക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ശരിക്കും ഒരു പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണ് നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കാണുമ്പോൾ ഈ യൂണിഫോം ഒക്കെ ഇട്ട് വരുമ്പോൾ യൂണിഫോം ഇട്ട് ഭയങ്കര സെറ്റപ്പിലൊക്കെ പോലീസുകാർ വരുന്നു, അല്ലെങ്കിൽ ഒന്നിലെ പോലീസുകാരെ കോമാളികളാക്കുന്നു, അല്ലെങ്കിൽ പോലീസുകാർ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് സത്യസന്ധനായ ഒരു പോലീസുകാരനാക്കി മാറ്റുന്നു. അങ്ങനെ 2 തരത്തിലുള്ള സിനിമകളാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് രണ്ടും അങ്ങനെ കൂട്ടിച്ചേർത്ത് എങ്ങനെയാണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പോലീസുകാരനും പോലീസ് സ്റ്റേഷനും എന്ന് കാണിക്കാൻ വേണ്ടി സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പോക്കറ്റിൽ സ്റ്റേഷനിൽ പേനയൊക്കെ കുത്തി വെച്ചുകൊണ്ട് പോലീസുകാരൊക്കെ നടക്കുന്നത്, അതൊക്കെ അങ്ങനെയാണ് ശരിക്കും പോലീസ് സ്റ്റേഷനൊക്കെ കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ സിനിമകളിലൊന്നും അങ്ങനെയൊന്നും കാണിക്കാറില്ല. ഇത് പെർഫെക്റ്റ് ആയിട്ട് കുറേ സംഭവങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്. അവരുടെ പെരുമാറ്റങ്ങളും രീതികളൊക്കെ ഒരുപാട് പറയാനുണ്ട്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിച്ച് റിവ്യൂ വലിച്ചു നീട്ടുന്നില്ല. അതുപോലെ തന്നെ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിജിബാലാണ്. ബിജിബാലിന്റെ മ്യൂസിക് ഒന്നും പറയാനില്ല. ചില ഫഹദിന്റെ ഇൻട്രോയ, അതുപോലെ തന്നെ ഈ സ്റ്റേഷനിലെ മർദ്ദന മുറകൾ, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ സംഭവങ്ങളിലൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ട് മാക്സിമം റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ എങ്ങനെ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുമോ അതിന്റെ മാക്സിമം പിടിച്ചിരുത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. പക്ഷെ ഭയങ്കര റിയലിസ്റ്റിക് ആണ്. ഇത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ ഇതിനു മുമ്പ് കാര്യമായിട്ടൊന്നും വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത്ര റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഈ പടം പോകുന്നത്. പിന്നെ ഈ സിനിമയിലെ ആക്ടിങ്ങിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നിമിഷ സജയനാണ് പ്രധാനമായിട്ടും പുതിയതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുമോ അതിന്റെ മാക്സിമം അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ ഒരു സോങ്ങിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം റിലീസായ സോങ്ങിലായിരുന്നു തന്നെ കണ്ടു കാണാം. അതായെങ്കിലും ആ ചിരിക്കുമ്പോഴൊക്കെ വായിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം അല്പം പുറത്തേക്ക് വരുന്നു, എന്നിട്ട് അതിങ്ങനെ അകത്തേക്കൊക്കെ വെച്ച് കഴിക്കുന്ന, അങ്ങനെ മാക്സിമം ഒരു എങ്ങനെ റിയലിസ്റ്റിക് ആക്കാമോ അതേ ആ ഒരു രീതിയിൽ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫഹദിന്റെ അഭിനയാണെങ്കിലും സുരാജും ഫഹദൊന്നും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഫഹദിന്റെ അഭിനയം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. സുരാജും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അഭിനയിച്ചിരിക്കുന്നു, തകർത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത്രയും നന്നായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റേഷനിലുള്ള പോലീസുകാരെല്ലാം ഒരു ഒറിജിനൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ വെച്ച് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു സംഭവം പറയാനുള്ളത്. അതും ഭയങ്കര ഈ സിനിമയിൽ പുതുതായിട്ട് പറയേണ്ട ഒരു ഫാക്റ്റാണ്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഫഹദ് അവതരിപ്പിക്കേണ്ടല്ല, ഇപ്പോൾ സുരാജ് അവതരിപ്പിച്ചിരിക്കുന്ന റോള് തീരുമാനിച്ചിരിക്കുന്നത് ഫഹദിനെയും, അതുപോലെ തന്നെ ഫഹദിന്റെ റോള് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് സൗബിനെയും വേണ്ടിയിട്ടാണ്. പക്ഷേ സൗബിൻ ഒരു പുതിയ പടം ഡയറക്ഷൻ ചെയ്തിരിക്കുന്നതിനാൽ അതിന്റെ തിരക്കിലായതുകൊണ്ട് അദ്ദേഹത്തിന് ഡേറ്റ് ഉണ്ടായില്ല. അതുകൊണ്ടാണ് കാസ്റ്റും കാര്യങ്ങളെല്ലാം തിരിച്ചു വെച്ചത്. പക്ഷേ ഈ കാസ്റ്റ് കണ്ടിട്ട്, ഈ സിനിമ കണ്ടിട്ട് വന്നു കഴിഞ്ഞപ്പോൾ തോന്നുന്നു മറ്റ് ഏത് ക്യാരക്ടറിനെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ സിനിമ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും നന്നായിട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിയലിസ്റ്റിക് ഫസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഒരു നമ്മൾ അത്ര അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. കാരണം ഒരു റിയലിസ്റ്റിക് ആയിട്ട് പോകുന്നു. സുരാജിന്റെ കുറച്ച് കഥകൾ കാണിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റേഷനിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് സ്റ്റേഷനിൽ പോകുന്നു. അങ്ങനെ സാധാരണ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. പക്ഷെ രണ്ടാമത്തെ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സ്റ്റേഷനിലെ മർദ്ദനമുറകളും കാര്യങ്ങളും അങ്ങനെ സംഭവങ്ങൾ കുറേയൊക്കെ കാണിക്കുന്നുണ്ട്. കോമഡികളൊക്കെ ഒരുപാടുണ്ട് പടത്തിൽ. അതുപോലെ തന്നെ പക്ഷേ ഈ മർദ്ദനമുറകളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്. ഇത് എനിക്ക് ഇച്ചിരി വെള്ളം കിട്ടിയെങ്കിൽ കുടിക്കാറുന്നു എന്നുള്ളൊരു അവസ്ഥയൊക്കെ ആവുന്നുണ്ട് ഈ മർദ്ദനത്തിന്റെ ഒരു സീനുകളെ കാണിക്കുമ്പോൾ. എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ക്യാരക്ടറിനെയും ഒരു ഫോക്കസ് ആയിട്ട് കാണിച്ചില്ല. കാരണം എല്ലാ ക്യാരക്ടറിനെയും അതിൻ്റെതായ
എന്താ ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫഹദ് ആവട്ടെ, അതുപോലെ തന്നെ പോലീസുകാരാവട്ടെ, അതുപോലെ സുരാജ് ആവട്ടെ, നിമിഷ സജയൻ ആവട്ടെ, എല്ലാവരും തന്നെ അവരുടേതായ ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. ഒരാൾ നല്ലത് ഒരാൾ ചീത്ത അങ്ങനെയല്ല, എല്ലാവരിലും ഉള്ള നന്മകളും എല്ലാവരിലും ഉള്ള തിന്മകളും കാണിച്ചുകൊണ്ട് രണ്ടും ഒരുപോലെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഈ പടത്തിന് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു പോത്തേട്ടൻ ബ്രില്യൻസ് ആയിട്ട് തന്നെ പറയേണ്ട കാര്യമാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു റിയലിസ്റ്റിക് പടമാണ്. ശരിക്കും ഒരു മഹേഷിന്റെ പ്രതികാരം ആരും പ്രതീക്ഷിച്ച് ആ ഒരു സാധനം മനസ്സിലിട്ടുകൊണ്ട് പോരുത്. അതുമായിട്ട് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ്. പക്ഷേ റിയലിസ്റ്റിക് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കാർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിലാണ് പടം പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പോത്തേട്ടൻ ബ്രില്യൻസ് എല്ലാവരും തന്നെ കാണാൻ ശ്രമിക്കുക. ഇതുപോലൊരു പടത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ മഹേഷിന്റെ പ്രതികാരത്തിന്റെ അത്രയും ഫാമിലികളെല്ലാം കയറി നിറഞ്ഞോടാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്നാലും എല്ലാവരും തന്നെ കണ്ടിരിക്കുക. വലിയൊരു ബ്രില്യൻസ് പടം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാനൊരു 4 ആണ് 5 കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ സിനിമ പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും തന്നെ ഈ റിവ്യൂ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നമ്മുടെ ചാനൽ മുകളിലോട്ട് പോകട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത റിവ്യൂ ആയിട്ട് കാണും വരെ ബൈ ഗൈസ്.